ചെറുതോ വലുതോ എന്നല്ല, CPM വിട്ടാൽ പിന്നെ രാഷ്ട്രീയമില്ല എന്ന ഒരു നീതിസാരം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അതിനെ വെല്ലുവിളിച്ച് പുറത്തു വന്ന് പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി കേരളത്തിലെ ഭരണകക്ഷിയായി, അതിന്റെ MLA ആയി, അതിന്റെ മന്ത്രിയായി. CPM-നെ ധിക്കരിച്ചാലും രാഷ്ട്രീയമുണ്ട് എന്ന് കേരളത്തിലെ CPM-ലെ അസംതൃപ്തർക്ക് ഒരു സന്ദേശം നൽകി ശ്രീ രാഘവന്റെ ജീവിതം, രാഘവന്റെ തീരുമാനം, രാഘവന്റെ പാർട്ടി. അതുകൊണ്ടാണ് ഗൗരിയമ്മ അഭിപ്രായ വ്യത്യാസം വന്ന് പുറത്തു വന്നപ്പോ JSS ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ച്. അതുകൊണ്ടാണ് ഷൊർണൂരിൽ മുരളി പാർട്ടി ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഗുരുവായൂർ വിമതൻ പാർട്ടി ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ചന്ദ്രശേഖരൻ പാർട്ടി ഉണ്ടാക്കിയത്. ഇപ്പൊ സംസ്ഥാനത്തുടനീളം കാസർഗോഡൊക്കെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രാദേശിക പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നതും ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്ത് സ്വന്തമായ അഭിപ്രായമുള്ളവർ മറ്റൊരു വിഭാഗമായി മാറി നിൽക്കാൻ ത്രാണിയും ആത്മവിശ്വാസവും ആത്മധൈര്യവും കാണിക്കാൻ MV രാഘവൻ എന്ന് പറയുന്ന ധീരനായ ഈ രാഷ്ട്രീയ നേതാവിന്റെ ധീരമായ രാഷ്ട്രീയ തീരുമാനമായിരുന്നു അതിന്റെ പ്രചോദനം എന്ന് നിങ്ങൾ കാണണം. അതുകൊണ്ട് തന്നെ ഇന്ന് വന്നിരിക്കുന്ന ഈ ദൗർഭാഗ്യകരമായ അവസ്ഥക്ക് ആകെ മൊത്തം അവർ കുറ്റം കാണുന്നത് MV രാഘവനിലാണ്. ആ രാഘവനെ തിരിച്ചെടുക്കാൻ CPM തയ്യാറാവില്ല. ആ CPM-ഓടൊപ്പം പോകാൻ MV രാഘവനും തയ്യാറാവില്ല. MV രാഘവന്റെ പിതൃത്വം അങ്ങനെ അവകാശപ്പെടാൻ CPM വരരുത്. ആ പരിഹാസ്യമായ നടപടിയിൽ നിന്ന് പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കന്മാർ പിൻവാങ്ങണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സ്നേഹപുരസ്സരം ആവശ്യപ്പെടുന്നു.